സോ വാട്ട് ഈസ് ബ്രാൻഡ്? എന്താണ് ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫേസ് ഓഫ് എ കമ്പനി, ഐഡൻറ്റിറ്റി. സോ വാട്ട് ഈസ് ബ്രാൻഡിങ്? ഇംഗ്ലീഷിലെ രണ്ട് ടേംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഈക്വൽ അല്ല. ദർ ഷുഡ് ബി സം ഡിഫറൻസ്. ദർ ആർ സം ഡിഫറൻസസ് ആൻഡ് ദർ ഷുഡ് ബി. സോ വാട്ട് ഈസ് ബ്രാൻഡ് ആൻഡ് വാട്ട് ഈസ് ബ്രാൻഡിങ്? എന്തായിരിക്കും? ഓക്കെ, ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബ്രാൻഡ് ഈസ് എ പെർസെപ്ഷൻ ഓർ ഐഡൻറ്റിറ്റി ഓഫ് എ കമ്പനി, പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില പെർസെപ്ഷൻസ്, ചില ഐഡൻറ്റിറ്റീസ്, വി കോൾ ഇറ്റ് എസ് ബ്രാൻഡ്, റൈറ്റ്? ടാറ്റ എന്ന് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് പെർസെപ്ഷൻസ് വരും, കുറച്ച് ഐഡൻറ്റിറ്റീസ് വരും. ഡൊമിനോസ് എന്ന് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് കാഴ്ചപ്പാടുകൾ വരും, കുറച്ച് ഐഡൻറ്റിറ്റീസ് വരും. വി കോൾ ഇറ്റ് ആസ് ബ്രാൻഡ്. ഇനി ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റി, ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് വി കോൾ ഇറ്റ് ആസ് ബ്രാൻഡിങ്. ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ അബൌട്ട് എ പ്രോഡക്റ്റ്, സർവീസ് ഓർ ഓർഗനൈസേഷൻ. നൗ ഇദ്ദേഹത്തെ അറിയോ? ഓക്കെ, ഇദ്ദേഹത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളത് കണ്ടു കാണാം. ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്നൊരു 2 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അറഗൻ്റ് ആണ്. ദെൻ വേറെ വൃത്തിയില്ല, അൺഹൈജീനിക് ആണ്, റൈറ്റ്? കച്ചോറി ഉണ്ടാക്കുന്ന ആളാണ് കൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് റീൽസ് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അറഗൻസിയും ആ അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളും കാണിക്കുന്നത് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിനകത്തും യൂട്യൂബിനകത്തും ഉണ്ട്. ഒരുപാട് മലയാളി വ്ളോഗേഴ്സും ധാരാളം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ അറഗൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണിത് കസ്റ്റമേഴ്സിനോട്. രണ്ടാമത്തേത് അൺഹൈജീനിക് ആണ്. കാണുന്ന സമയത്ത് തന്നെ അറിയാം. പക്ഷെ അത് അൺഹൈജീനിക് അല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വിചാരിക്കും ഇത് വളരെ അൺഹൈജീനിക് ആണെന്നുള്ളത്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ് എ ബ്രാൻഡ്? ഇതൊരു ബ്രാൻഡാണോ? മുമ്പ് ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ? ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ഈസ് ദിസ് എ ബ്രാൻഡ്? നമ്മൾ ആ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ബ്രാൻഡ്. ശരിയല്ലേ? ഒരു ഐഡന്റിറ്റി വരുന്നുണ്ട്, ഒരു പെർസെപ്ഷൻ വരുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ടോ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കച്ചോറി മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടോ നമ്മൾ ഓർക്കുന്ന സമയത്ത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ബ്രാൻഡ്. നൗ ഒരു 3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. when you think of this brand: trust, quality, credibility. Is this a brand? Yes. മുമ്പ് കാണിച്ച കച്ചോറിയും ബ്രാൻഡാണ്, ഈ ടാറ്റയും ബ്രാൻഡാണ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നൊന്നുമില്ല ബ്രാൻഡിനകത്ത്. ഒരാളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പെർസെപ്ഷൻ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു ആളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പെർസെപ്ഷൻ എന്താണോ, ദാറ്റ് ഈസ് ദ ബ്രാൻഡ്, ദാറ്റ് ഈസ് ദ പേഴ്സണൽ ബ്രാൻഡ്. ഇതേപോലെ ഒരു കമ്പനിയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ബിസ്ലേറി കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻ എന്താണോ, ദാറ്റ് ഈസ് ദി അനദർ ബ്രാൻഡ്, റൈറ്റ്? സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമില്ല. ഇനി ബ്രാൻഡ് ഈസ് വാട്ട് ടാറ്റ സ്റ്റാൻഡ്സ് ഫോർ: ട്രസ്റ്റ്, ക്വാളിറ്റി ആൻഡ് നാഷണൽ പ്രൈഡ്. നിങ്ങൾ പറഞ്ഞു ട്രസ്റ്റ്, വിശ്വസിച്ച് വാങ്ങാൻ കഴിയും, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, ആൻഡ് ആൾസോ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, അല്ലേ? നാഷൻ പ്രൈഡാണ്. ഈ 3 കാര്യങ്ങളാണ് ടാറ്റയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദേ ആർ ഡൂയിങ് മൾട്ടിപ്പിൾസ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലേ? വർഷങ്ങളായിട്ട്, 100 വർഷം 100-200 വർഷങ്ങളായി, അല്ലേ? ഇത്രയും വർഷമായിട്ട് ദേ ആർ കൺസിസ്റ്റൻ്റ്ലി ഡൂയിങ് ടു ക്രിയേറ്റ് ദാറ്റ് വാല്യൂ, ദാറ്റ് ബ്രാൻഡ് ത്രൂ ബ്രാൻഡിങ്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാണ് എന്താണ് ബ്രാൻഡ്, എന്താണ് ബ്രാൻഡിങ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കമ്പനീസ് അല്ലെങ്കിൽ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തെയാണ് എന്ത് പറയുന്നത്? ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇനി
ഈ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അൺഹൈജീനിക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, അറഗൻസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ്, ട്രസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ നേഷൻ പ്രൈഡ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഇൻറ്റൻഷനലി ആണോ ഇദ്ദേഹം ഈ രണ്ട് ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റിയത്? ഇൻറ്റൻഷനലി ആണോ? അല്ല, ഒരിക്കലും അങ്ങനെ ആരും ചെയ്യത്തില്ല അല്ലേ. ത്രൂ ഹിസ് ആക്ടിവിറ്റീസ് അൺഇൻറ്റൻഷനലി ഇദ്ദേഹം ചെയ്യുന്ന പല ആക്ടിവിറ്റീസും നമ്മുടെ മനസ്സിലേക്ക് ഈ രണ്ട് ഇമോഷനെ കയറ്റി. ബട്ട് ടാറ്റയുടെ കേസിൽ അങ്ങനെയാണോ? അവരറിയാതെയാണോ ഈ സാധനം നമ്മുടെ മനസ്സിലേക്ക് വന്നത്? ദേ ഡിഡ് ഇൻറ്റൻഷനലി. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ബ്രാൻഡുകളും ഇങ്ങനെ തന്നെയാണ്. ചിലർ അൺഇൻറ്റൻഷനലി നമ്മുടെ മനസ്സിലേക്ക് പലതും കയറ്റും. അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരെക്കുറിച്ച് അവർ ഇത്രത്തോളം വളരുന്നുള്ളത് അല്ലെങ്കിൽ തകരുന്നുള്ളത്. ചില ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻഷനലി അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂസ് ഉണ്ടാവും, ബ്രാൻഡ് കോർ ഉണ്ടാവും. അത് ത്രൂ മാർക്കറ്റിംഗ് നമ്മുടെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി? ഇൻറ്റൻഷനലി. കാരണം അൺഇൻറ്റൻഷനലി ചെയ്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബ്രാൻഡിങ് ഈസ് എൻ ഇൻറ്റൻഷണൽ പ്രോസസ്സ്. ഇൻറ്റൻഷനലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ ചോദ്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബിൽഡ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ബ്രാൻഡ്. ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.